നമ്മുടെ സജിൻ ഗോപിന്റെ കൂടെയുള്ള ക്യാരക്ടർ ഷാനവാസ്, ആവേശത്തില് പുള്ളിക്കാരൻ അഭിനയിച്ച ഷാനവാസ് ബ്രോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആളുടെ റോള് പക്കയായിട്ട് തന്നെ ചെയ്തിരിക്കും. കിഡ്ലൻ എക്സ്പ്രഷൻസ് അല്ലേ, അതായത് റിയാക്ഷൻസ് ആണ് അല്ലേ, ഒരു രക്ഷയില്ല. വെറുതെ ആവേശത്തിൽ നിന്ന് പുള്ളിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അത് വേറെ എന്താണ് ഹിപ്സ്റ്റർ അവരൊന്നും വിചാരിക്കരുത്, ഞാൻ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞല്ല. അത് ഷാനവാസ് ബ്രോയുടെ ആ ഒരു പെർഫോമൻസ് അതൊരു ഭയങ്കര നാച്ചുറലാണ്. അത് മാത്രമല്ല സജിൻ ഗോപായിട്ട് കട്ടാക്കി നിൽക്കുന്നുണ്ട് അല്ലേ, ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ആക്ടിങ്ങിൽ തന്നെ. എല്ലാ ഇമോഷൻസും ഇങ്ങനെ മിന്നിമായുന്ന, ഏത് സീനും ആപ്റ്റ് ചെയ്യുന്ന, ഇനി കോമഡി രീതിയിൽ കോമഡി ആക്കാം, ഇനി ഇമോഷണൽ ആവാൻ പറ്റും പുള്ളിക്കാരന്. സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് അല്ലേ പുള്ളിക്കാരന് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും വളരെ നാച്ചുറൽ ആയിട്ട്, ചുമ്മാ ചളിയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസ് ബ്രോ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു, രക്ഷയില്ല. പൈങ്കിളിൽ നിങ്ങളും തകർത്തിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ട് സംവിധായകൻ നിങ്ങളെ ചൂസ് ചെയ്തു എന്നുള്ളത് പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാരണം ക്യാരക്ടർ പെർഫോമൻസ് കൂടെയുള്ള നടൻ, നായകൻ്റെ മാത്രമല്ല കൂടെയുള്ള കഥാപാത്രങ്ങൾ നന്നാകുമ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൈബ് തോന്നുക അല്ലേ. കാരണം ഇതിനു മുമ്പ് ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിലായാലും മുമ്പത്തെ പ്രിയദർശൻ്റെ സിനിമകളിലായാലും ഒക്കെ മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജയറാമോ ഒക്കെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ അല്ലേ നല്ല സപ്പോർട്ടീവായിട്ടുള്ള നല്ല കിടുക്കാച്ചി ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ആക്ടേഴ്സിനോട് പെർഫോമൻസ് വരുമ്പോഴാണ് ഒരു ഹോൾ ഫീൽ നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ ഒരു ഹോൾ ഫീല് പൈങ്കിളി എന്നുള്ള പടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.